ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അപ്പം. ചേച്ചി രാവിലെ ഉണ്ടാക്കിയ അപ്പം. ഞാനാണെങ്കിൽ ലേറ്റായിട്ട് എഴുന്നേറ്റ് വന്നു. പിന്നെ നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ. പിന്നെ നമ്മുടെ ബാലൻസ് മാവ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ റൈസ് കുക്കറിനകത്ത് നമ്മുടെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറികളെല്ലാം ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ ഇത്തിരി കുക്ക് ചെയ്തായിരുന്നു. കറികളെല്ലാം ഇരിപ്പുണ്ട്. അപ്പവും ചിക്കൻ സ്റ്റൂവും കഴിക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മയും ചേച്ചിയൊക്കെ ഷോപ്പിങ്ങിന് പോവാണേ. എല്ലാവരും ഉണ്ട്, ഇരിപ്പുണ്ട് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഷോപ്പിംഗ് മാളിലെത്തി. മാളല്ല, ഇതൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നൊക്കെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ടോപ്പ് വേണം, കുറച്ച് പാൻറ്റ് വേണം, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ലോഡ് സാധനം പെറുക്കി എടുത്തിട്ടുണ്ട്. ഈ രണ്ട് പാർട്ടികളൂടെ ഒരു ലോഡ് സാധനം പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ട്രയൽ റൂമിൽ വന്നിരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. അത്രയും സാധനം വാങ്ങിച്ചു. ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അടുത്ത് നമ്മൾ വാൾമാർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളിവിടെ പാർക്കിലെല്ലാം പോകുമ്പോൾ ഇടാൻ ടീഷർട്ട് വല്ലതും ഉണ്ടോ നോക്കാനായിട്ട് വന്നാണ്. നല്ല അടിപൊളി നൈറ്റ് ഡ്രസ്സുകളുണ്ട് ഇവിടെയെല്ലാം. ഇതാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ നല്ല നൈറ്റ് ഡ്രസ്സുകളുണ്ട്. ഇവിടെ ജൂലൈ 4th ആയതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഫ്ലാഗിൻ്റെ വെച്ചിരിക്കുകയാണ്. ആൾക്കാരെല്ലാം ഇടുന്ന ഉടുപ്പ് പോലും ഫ്ലാഗിൻ്റെയും കൊണ്ടുള്ളതാണ്. നമ്മളിവിടെ ഹോട്ട് ആൻഡ് ചിക്കൻ വാങ്ങിച്ച് ഹോട്ട് ആൻഡ് ചിക്കനിൽ നമ്മൾ ഡിന്നറോടെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതെല്ലാം ജൂലൈ 4th വെച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്ലാഗ് വഴി കൂടെയെല്ലാം. ഇന്നാൻ്റെ ഒട്ടിങ്ങോട്ട് കുറച്ച് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇന്നാൻ്റെ ഹോട്ടലിൽ നമ്മുടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഫുഡ് വയ്ക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അല്ലേ ഇവിടെ ജൂലൈ 4th ഭയങ്കര ഫയർ വർക്ക്സ് ആണ്. അപ്പം ഞങ്ങൾ പാർക്കിൽ ഇന്നലെ പോയതുകൊണ്ട് ഇന്ന് നമ്മൾ പോകുന്നില്ല. നമുക്കിവിടെ തന്നെ നിന്നാൽ മതി, ശരിക്കും കാണാം. ഇവിടെ എല്ലായിടത്തും ഫയർ വർക്ക്സ് ആണ്, ഭയങ്കര ഫയർ വർക്ക്സ്. ജൂലൈ 4th എല്ലാവരും ഇൻഡിപെൻഡൻസ് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. പിന്നെ ഞങ്ങളൊരു നമ്മുടെ ഇതുണ്ടല്ലോ, എന്തോ ഇങ്ങനെ ഈ ചോറൊക്കെ ഊറ്റുന്ന ഒരു പാത്രം, ഒരു സ്റ്റെയിനറും വാങ്ങിച്ചു. നല്ല സ്റ്റെയിനർ, ബീഫ് സ്റ്റെയിനർ. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നമുക്കൊരു ബിഗ് സ്റ്റെയിനറിൻ്റെ ആവശ്യമുണ്ടാവും. ഞങ്ങളൊരു ബിഗ് സ്റ്റെയിനറും വാങ്ങിച്ചു. പിന്നെ കുറേ അമ്മയ്ക്കും ചേച്ചിയും കുറച്ച് പാൻറ്റും ടോപ്പും ടീഷർട്ടും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോന്നു. ഇവിടെ ഹോട്ട് ആൻഡ് ഫ്രൈഡ് ചിക്കനിൽ നിന്ന് നമ്മൾ ചിക്കൻ ടെൻഡറൈസും ഫ്രൈസും ഒക്കെ വാങ്ങിച്ചു. അടിപൊളി സംഭവം തോന്നുന്നു. നല്ല പ്രൈസുമാണ്. പിന്നെ ഭയങ്കര ബിസിയാണ് ആ പ്ലേസിൽ. അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻ ആൻഡ് ഔട്ടിൽ നിന്ന് ഹാംബർഗർ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഡിന്നറും വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോകും.
നമ്മളൊരു ടീഷർട്ട് വാങ്ങിച്ചേ. അമ്മയ്ക്കൊരു ടീഷർട്ട്, അമ്മയ്ക്കൊരു ബ്ലാക്ക് പാൻറ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും തണുപ്പാണ്, അതുകൊണ്ട് കടയിലൊക്കെ പോകുമ്പോൾ AC ഒക്കെ ആയതുകൊണ്ട് വീട്ടിലായാലും AC ഒക്കെ കൂട്ടിയിട്ട് തണുപ്പ്, അതുകൊണ്ട് സ്വെറ്റർ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടപ്പോൾ ഒരു സ്വെറ്ററൂടെ വാങ്ങിച്ചു. പിന്നെ ചേച്ചിക്കൊരു പാൻറ് വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു ടീഷർട്ട് ആൻഡ് ടോപ്പ്, ഒരു ടോപ്പ് പോലെ ഒരെണ്ണം വാങ്ങിച്ചു. ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അടുത്ത ഒരു ടോപ്പ് വാങ്ങിച്ചു ചേച്ചിക്ക് തന്നെ. അതാണ് ഇത്, നല്ല സോഫ്റ്റ്. പിന്നെ അടുത്ത ഒരു ചേച്ചിയുടെ തന്നെ ടോപ്പ്, നല്ല ബട്ടർഫ്ലൈസ്, ഫുൾ ഓഫ് ബട്ടർഫ്ലൈസ്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അഗെയിൻ അമ്മയ്ക്കൊരു പാൻറ് വാങ്ങിച്ചു, നല്ല സോഫ്റ്റ് പാൻറ്, നല്ല പാൻറ്, സോഫ്റ്റ്, എല്ലാം നല്ല സോഫ്റ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തത്. പിന്നെ ഞങ്ങളൊരു സ്റ്റൈനറും വാങ്ങിച്ചു, നല്ല സ്റ്റൈനറാണ്, നല്ല അടിപൊളി സ്റ്റൈനർ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. ഇവിടെ വീടും ചുറ്റും ജൂലൈ 4th ഭയങ്കര ഫയർ വർക്ക്സ് ആണ്. നമുക്ക് ഒരിടത്തും പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി. വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫുൾ ഫയർ വർക്ക്സ് ആണ്.